ജമാൽ, ഇന്ന് അബ്ദുറഹീമിൻ്റെ മോചന ഉത്തരവ് ഇന്ന് ഉണ്ടായില്ല എന്നുള്ള വാർത്തയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിയമസഹായ സമിതി പ്രവർത്തകരും അക്കാര്യം തന്നെയാണ് അറിയിക്കുകയും ചെയ്തത്. പ്രതീക്ഷിച്ച വിധിയല്ല വന്നത്, അടുത്ത് തന്നെ പുതിയ തീയതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇപ്പോൾ നിയമസഹായ സമിതി പ്രവർത്തകർ പറയുകയും ചെയ്തത്. എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത്? ഇനി എന്നത്തേക്കാണ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്? ഇന്ന് റിയാദ് ക്രിമിനൽ കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത്. പക്ഷേ ഏറെക്കുറെ പോസിറ്റീവായ അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു നീക്കം തന്നെയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങളൊക്കെ തന്നെയും കോടതി പരിഗണിച്ചു. ഈ വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ റഹീമിന്റെ അഭിഭാഷകരൊക്കെ തന്നെയും നൽകിയ വാദങ്ങളും അതുപോലെ തന്നെ വിശദാംശങ്ങളും കോടതി ഫയലിൽ സ്വീകരിക്കുകയും വിധി പറയാൻ കേസ് മാറ്റുകയുമാണ് ഉണ്ടായത്. അടുത്ത സിറ്റിംഗ് തീയതി ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് ഇത് സംബന്ധിച്ച കോടതിയിൽ നിന്നുള്ള ഉത്തരവ് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ അത് സംബന്ധിച്ച ഉത്തരവുണ്ടാകും. ഏറെ പ്രതീക്ഷാജനകമായ ഒരു വിധി തന്നെയാണ് അല്ലെങ്കിൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള മോചനം തടയുന്നത് സംബന്ധിച്ച വാദങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദാംശങ്ങളോ ഒന്നും കോടതിയിൽ ചർച്ച ചെയ്യുകയുണ്ടായില്ല. റഹീമിന്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്. പക്ഷേ അതിന്റെ ചില സാങ്കേതികമായ ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ച് സ്വാഭാവികമായ തടസ്സങ്ങൾ മാത്രമാണ്. അതായത് മോചനം വൈകുമെന്നുള്ളതാണ്. പക്ഷേ പോസിറ്റീവാണ് കാര്യങ്ങൾ, അല്ലേ? തീർച്ചയായും പോസിറ്റീവാണ് കാര്യങ്ങൾ. ഈ മോചനവുമായി ബന്ധപ്പെട്ട ചില സാങ്കേതികമായ തടസ്സങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. പക്ഷേ ഉടൻ തന്നെ അടുത്ത സിറ്റിംഗ് തീയതി ഉടൻ ലഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സിറ്റിംഗിൽ ഇത് സംബന്ധിച്ച മോചനവുമായി ബന്ധപ്പെട്ട അന്തിമ വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, ജമാലാണ് ഗൾഫിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അബ്ദുറഹീമിൻ്റെ മോചനം അല്പം കൂടി വൈകാനാണ് സാധ്യത. നിലവിൽ ഇന്ന് കോടതിയിൽ നടന്ന വാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുരോഗമനപരമായിരുന്നു, പോസിറ്റീവായിരുന്നു എന്ന് തന്നെയാണ് ജമാൽ പറഞ്ഞത്. സാങ്കേതികമായ നിയമപരമായ സ്വാഭാവികമായ തടസ്സങ്ങൾ മാത്രമാണ് നിലവിലുള്ളതെന്നും ജമാൽ അറിയിക്കുന്നു.